ഹായ് ഗായ്സ്, എല്ലാവർക്കും വാഫ്റ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളെ വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ഒരു സെമി ഫൈനൽ അല്ലെങ്കിൽ ഒരു ഫൈനൽ മത്സരം പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മാച്ചാണ്. അപ്പം ഇന്നത്തെ മാച്ചിൽ ജയിക്കുന്ന ടീമായിരിക്കും സെമിയിലേക്ക് കടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷപൂർവ്വം നമ്മൾ ഇന്ത്യക്കാർ കാത്തിരിക്കുന്ന ഒരു മാച്ച് കൂടിയാണിത്. ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് നമുക്കറിയാം 2016 ഇന്ത്യയിൽ നടന്ന സെമി ഫൈനലിൽ 192 ആണ് ഇന്ത്യ അന്ന് അടിച്ച സ്കോർ. അന്ന് വിരാട് കോഹ്ലി ആയിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. അപ്പോൾ ആ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ലെൻഡൽ സിമൺസിൻ്റെയും അതുപോലെ തന്നെ റസലിൻ്റെയും കരുത്തിലാണ് ഇന്ത്യക്കെതിരെ ആ ഒരു റൺസ് അവർ ചേസ് ചെയ്ത് ഫൈനലിൽ കടക്കുകയും ഫൈനലിൽ അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അന്ന് വിന്നേഴ്സ് ആവുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു നിലയിലുള്ളൊരു സ്ട്രോങ് ടീമാണ് ഇന്നത്തെ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ 2016 ശേഷം ഇത്രയും നല്ലൊരു, എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ ഒരു നല്ലൊരു കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ ഒരു ടൈറ്റ് മാച്ച് വരുന്നത് ഇപ്പോഴാണ്. സോ അന്നത്തെ പോലത്തെ തന്നെ ഒരു ശക്തമായ ടീമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് മാച്ചസ് സിംബാബ്വെക്കെതിരെ ഇന്ത്യക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. അതായത് വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും മികച്ച 2ാമത്തെ സ്കോർ നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ആ മത്സരത്തിലുണ്ടായിരുന്ന പോസിറ്റീവ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരികയും അത് അഭിഷേക് ശർമ്മയ്ക്ക് ഇനീഷ്യൽ ഓവറുകളിൽ അത് അഭിഷേക് ശർമ്മയ്ക്ക് തുണയാവുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് മികച്ചൊരു ഫോം കണ്ടെത്താനും സാധിക്കുകയും ചെയ്തു. സഞ്ജു സാംസൺ അത്യാവശ്യം ഒരു ചെറിയ സ്കോറാണെങ്കിലും ഒരു മികച്ചൊരു സ്കോർ കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ തന്നെ തിലക് വർമ്മയ്ക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചു. ഹാർദിക് പാണ്ഡ്യ ഓൾറെഡി ഫോമിലാണ്, എന്നിരുന്നാൽ കൂടെ ഒരു ഹാഫ് സെഞ്ചുറി കൂടി അടിക്കാനായിട്ട് സാധിച്ചു. സോ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ സൂര്യകുമാറിന് നല്ലൊരു സ്കോർ നേടുവാൻ സാധിച്ചു. സോ ടോട്ടലി ഓവറോൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മാച്ച് നമുക്ക് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം, എസ്പെഷ്യലി ബാറ്റിംഗ് വൈസ് നമുക്ക് നല്ലൊരു മത്സരമായിരുന്നു. സോ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ ഇറങ്ങുന്നത്. കാരണം വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോക ക്രിക്കറ്റിലെ തന്നെ വമ്പൻ ഹിറ്റേഴ്സ്, അതായത് പല IPL ടീമുകളിലെയും ലോകോത്തര വേൾഡ് കപ്പ് ഫ്രാഞ്ചൈസസിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് പ്ലെയേഴ്സ് തീർച്ചയായിട്ടും വെസ്റ്റ് ഇൻഡീസ് ടീമുകളിൽ നിന്നായിരിക്കും. സോ ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പോഴും ഒരുപാട് ലീഗുകളിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാതെ തന്നെ വേൾഡ് വൈഡ് അവർ 2020 ചാമ്പ്യൻഷിപ്പുകൾ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്നുണ്ട്, മറ്റ് ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അത്തരം ഒരു ഇമ്പാക്റ്റ് പ്ലെയേഴ്സിൻ്റെ ഒരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഏതോ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലുള്ള മാച്ചിൽ 7 വിക്കറ്റ് പോയതിന് ശേഷവും അവർക്ക് തീർച്ചയായിട്ടും ഒരു 170+ സ്കോർ കണ്ടെത്താനായിട്ട് സാധിച്ചു. അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവരുടെ ഒരു ബാറ്റിംഗ് ലെവൽ എന്ന് പറയുന്നത്. സോ നമുക്ക് തീർച്ചയായിട്ടും അതിനെയാണ് നമ്മൾ ഇവിടെ മറികടക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ബാറ്റിംഗ് ലെവൽ നല്ല ഫോമിലാണ്, അത്യാവശ്യം ഫോമിലുള്ള ഒരു ബോളിംഗ് നിരയും നമുക്ക് ഇന്ത്യക്കുണ്ട്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ഓപ്പണേഴ്സ് അത്ര നല്ല ഫോമിലല്ല. തീർച്ചയായിട്ടും അവർ ലോകോത്തര പ്ലെയേഴ്സൊക്കെ തന്നെയാണ്. ഷെയ്ഖ് ഹോപ്പ് ആയാലും റൺകിങ് ആയാലും നല്ല ലോകോത്തര പ്ലെയേഴ്സൊക്കെ കൂടിയാണ്. ചിലപ്പോൾ അവർ ഈ ഒരു മത്സരത്തിലായിരിക്കും അവർ ഫോമിലേക്ക് വരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഹിറ്റ്മായർ നല്ല ഫോമിലാണ്. റോബ്മാൻ ഫവാൽ 1-2 മാച്ചസിൽ മികച്ച രീതിയിൽ കളിച്ചു. അതുപോലെ റൂദർഫോർഡ്, മാരിയോ ഷേപ്പേഡ് എന്നിവർ നല്ല മികച്ച ഫോമിലാണ്. സോ ഓൾമോസ്റ്റ് അവരുടെ ബാറ്റ്സ്മാൻമാരൊക്കെ നല്ല മികച്ച ഫോമിലും അവർക്ക് നല്ലൊരു ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. തീർച്ചയായിട്ടും അത് അവർക്ക് ഇനീഷ്യൽ ഓവറുകളിൽ വിക്കറ്റുകൾ പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് നല്ലൊരു സ്കോർ കണ്ടെത്താൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മുടെ ബോളേഴ്സ്, ഇന്ത്യൻ ടീമിൻ്റെ ബോളേഴ്സ് നോക്കുമ്പോൾ അത്യാവശ്യം മികച്ച വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നവർ തന്നെയാണ്. ഓപ്പണിങ്ങിലാണെങ്കിൽ ശരി, നമ്മുടെ സ്പിന്നേഴ്സൊക്കെ ആണെങ്കിൽ ഇതിൽ നല്ല ഫോമിൽ തന്നെയാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ഇവരെ വിക്കറ്റ് എടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. സോ ഗൈസ്, നമ്മുടെ ബോളേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫോമിലാണ്. വരുൺ ചക്രവർത്തി ആയാലും ബുംറ ആയാലും അതുപോലെ ഹർഷ്ദീപ് സിംഗ് ആയാലും അക്ഷർ പട്ടേൽ, എല്ലാവരും അത്യാവശ്യം നല്ല ഫോമിലും ലാസ്റ്റ് 1 to 2 years ആയിട്ട് മികച്ച ഫോമിൽ കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ അപ്പ് ആൻഡ് ഡൗണുകൾ തീർച്ചയായും വരുൺ ചക്രവർത്തിക്കായാലും ബുംറയ്ക്കായാലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും അവരൊക്കെ ലോകത്തിലെ പ്ലെയേഴ്സാണ്. 2024 വേൾഡ് കപ്പിൽ നമുക്കറിയാം ബുംറ എന്ന ഒറ്റ പ്ലെയറിൻ്റെ ഒരു ബോളിംഗ് സ്കിൽസ് കൊണ്ടാണ് ആ ഫൈനലിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 5 ഓവറിൽ 30 റൺസ് എന്ന രീതിയിൽ അവർക്ക് ഈസി ആയിട്ട് ചേസ് ചെയ്യാവുന്നൊരു സ്കോറിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ സാധിച്ചത് ബുംറ എന്ന് പറയുന്ന ഒരു വജ്രായുധം കൊണ്ടായിരുന്നു. സോ അത്തരം ലോകത്തിലെ പ്ലെയേഴ്സുള്ള ടീമാണ് ഇന്ത്യയുടെ ബോളിംഗ് എന്ന് പറയുന്നത്. മത്സരം എന്തായാലും തീപാറും എന്ന് ഉറപ്പാണ്. കാരണം ഈ മത്സരം നടക്കുന്നത് ഈഡൻ ഗാർഡൻസിലാണ്. തീർച്ചയായിട്ടും നല്ല ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ചാണ് തീർച്ചയായിട്ടും ഈഡൻ ഗാർഡൻസിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. സോ ഇന്നത്തെ മത്സരവും ആ നിലയിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓപ്പണിംഗ് ചെയ്ത്
ഓപ്പണിംഗ് ടോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത് തന്നെയായിരിക്കും ഇന്ത്യക്ക് നല്ലത്. നല്ലൊരു സ്കോർ 220 ആ ഒരു ലെവലിലുള്ള സ്കോറുകൾ കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെസ്റ്റ് ഇൻഡീസിനെ നമുക്ക് എറിഞ്ഞിടാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതേസമയം അവർ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബാറ്റിംഗ് ഡെപ്ത് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് നല്ലൊരു സ്കോർ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് എന്തായാലും നമുക്ക് മികച്ചൊരു മത്സരത്തിനായി നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ IPL മത്സരങ്ങളൊക്കെയും തന്നെ നല്ല മികച്ച സ്കോറുകൾ വരുന്നൊരു ഗ്രൗണ്ടാണ് ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത്. എല്ലാ വെസ്റ്റ് ഇൻഡീസ് പ്ലേയേഴ്സിനും ഈ ഗ്രൗണ്ടുകളിൽ കളിച്ച് നല്ല പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് എല്ലാവരും. സോ അതവർക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. നമ്മുടെ ഈ ലോകകപ്പ് ഈ ഇന്ത്യയിൽ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട വെല്ലുവിളി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ IPL മത്സരങ്ങൾ കൂടുതലായി ഇന്ത്യയിൽ കളിച്ച് ഈ പ്ലേയേഴ്സിന് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാ ഗ്രൗണ്ടുകളിലും അതിൻ്റെ ആധിപത്യം കാണിക്കാനായിട്ട് ഈ കുറഞ്ഞ ഈ നാളുകളിലൊക്കെ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ പ്ലേയേഴ്സിന് ഒരു വെല്ലുവിളി വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഇന്ത്യ പ്ലേയേഴ്സ് നമ്മൾ ഔട്ട്സൈഡിൽ പോയി കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇവിടെ കളിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ ഫസ്റ്റ് റൗണ്ടുകൾ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്ന ചില അസോസിയേറ്റ് ടീംസിനെതിരെ നമ്മൾ ആദ്യമായിട്ട് കളിക്കുകയാണ്. അപ്പോൾ അവരുടെ ബോളേഴ്സിനെ നമ്മൾ ആദ്യമായിട്ട് നേരിടുന്ന സമയത്ത് ഇന്ത്യൻ പ്ലേയേഴ്സിന് അവരെ കളിക്കാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ശരിയാണ്, നമ്മൾ ഫസ്റ്റ് ടൈം പ്ലേയേഴ്സിനെ കളിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് ടൈം വേറൊരു സാഹചര്യത്തിൽ പോയി കളിക്കുന്ന സമയത്ത് തീർച്ചയായും അവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരും. പക്ഷേ വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പ്ലേയേഴ്സൊക്കെ നമ്മുടെ രാജ്യങ്ങളിൽ നമ്മുടെ ബോളേഴ്സുമായിട്ടൊക്കെ നിരന്തരം മത്സരങ്ങൾ കളിക്കുക, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ ശരിക്കും ഈ വേൾഡ് കപ്പ് പോലെ വരുന്ന മത്സരങ്ങളിൽ അവർക്ക് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുന്നുണ്ട്. അത് വളരെ മികച്ചൊരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്തരം പ്ലേയേഴ്സിന് ഈ IPL കൊണ്ട് നമ്മുടെ രാജ്യത്തിനുണ്ടാ ശരിയാണ്, തീർച്ചയായിട്ടും നമുക്കും പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പ്ലേയേഴ്സിനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മറ്റ് ടീമുകൾക്കും ഈ IPL മത്സരങ്ങൾ സഹായിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിബേറ്റിലേക്ക് പോകുന്നില്ല. സോ കഴിഞ്ഞ മത്സരത്തിൽ ഒരു പ്ലേയിങ് 11 തന്നെ ആയിരിക്കും രണ്ട് ടീമുകൾക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിലാണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യക്കാണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിന് റോസ്റ്റൻ ചേസ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഇറങ്ങിയത്. അവർക്ക് അതിന് മുമ്പത്തെ മാച്ചുകളിൽ നിന്ന് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറിനെ മാറ്റിയിട്ട് സോ ഈ മത്സരത്തിലും ഇന്ത്യക്ക് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ റോസ്റ്റൻ ചേസ് തന്നെ ഇറങ്ങാനാണ് ഞാൻ സാധ്യത കാണുന്നത്. അക്കീൽ ഹുസൈനു പകരം റോസ്റ്റൻ ചേസ് തന്നെ ഇറങ്ങാനാണ് സാധ്യത ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഇന്നും പ്ലേയിങ് 11 കാണാനാണ് സാധ്യത കൂടുതൽ. സോ ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു മത്സരത്തിൻ്റെ അതേ പ്ലേയിങ് 11 തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സോ മികച്ചൊരു മത്സരം തന്നെയായിരിക്കും ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ബോളിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ശിവൻ ദുബൈയുടെ ബോളിംഗ് ആണ് എനിക്ക് ഒരു അല്പം ഫോമില്ലായ്മയായിട്ട് എനിക്ക് 6th ബോളർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ അതിലൊരു കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. നമുക്ക് വേറെ ഓപ്ഷൻസ് ഉള്ളത് എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയോ അല്ലെങ്കിൽ സൂര്യകുമാറോ തിലക് വർമ്മയോ ഒക്കെ ബോൾ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടായിരിക്കണം ക്യാപ്റ്റൻ ശിവൻ ദുബെ തിരഞ്ഞെടുക്കുന്നത്. സോ അത് അങ്ങോട്ട് തീർച്ചയായിട്ടും ഒരു 1-2 മാച്ചുകൾ അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. സോ ആ ഒരു കാര്യത്തിൽ ഇന്ത്യ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബോളിങ് നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ നല്ല സ്ട്രോങ് ടീം തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസും സ്ട്രോങ് ആണ്. അപ്പം ഇന്ന് ഓരോ സമയത്ത് ഓരോരോ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ആരാണോ ടോപ്പിലേക്ക് വരുന്നത്, ആരാണോ കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നത്, ആ ടീമിന് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വിജയിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം 100 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് ഇന്നത്തെ മത്സരം. നമ്മൾ വിചാരിച്ചത് ശരിക്കും ഇന്ത്യ ഈസി ആയിട്ട് സെമിയൊക്കെ ഫൈനലിൽ അല്ലെങ്കിൽ ഫൈനൽ വരെയെങ്കിലും ഈസി ആയിട്ട് കിടക്കുമെന്നാണ് ഈ വേൾഡ് കപ്പ് തുടങ്ങും മുമ്പ് നമ്മൾ വിചാരിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസാന മാച്ച് വരെയും ആര് സെമിയിലേക്ക് കിടക്കുമെന്നുള്ളൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. സോ നല്ലൊരു വേൾഡ് കപ്പാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു വേൾഡ് കപ്പാണ്. ഇന്നലെ നടന്ന മത്സരം പാകിസ്ഥാൻ വേഴ്സസ് ശ്രീലങ്ക ആയിരുന്നാൽ കൂടെയും ആര് നെക്സ്റ്റ് ന്യൂസിലാൻഡാണോ പാകിസ്ഥാനാണോ സെമിയിലേക്ക് കടക്കുന്നത് എന്ന് വളരെ ആകാംക്ഷയോടെ നമുക്ക് ഇന്നലത്തെ മത്സരം കാണുന്നത് വരെ നമുക്ക് ആ ഒരു പ്രതീക്ഷ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി നടന്ന വേൾഡ് കപ്പിലേക്കാളും മികച്ച രീതിയിൽ അറേഞ്ച് ചെയ്യാനും മികച്ച മത്സരങ്ങൾ നടത്തുവാനും സംഘാടകർക്കും ICCക്കും സാധിച്ചിട്ടുണ്ട്. സോ വന്ന പ്ലേയേഴ്സ്, വന്ന ടീംസ് ആയിക്കോട്ടെ, വന്ന പ്ലേയേഴ്സ് ആയിക്കോട്ടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. സിംബാബ്വേയിലെ 1-2 പ്ലേയേഴ്സൊക്കെ വളരെ ഇൻ്റർനാഷണലി വളരെ കോമ്പറ്റ് ചെയ്യുന്ന മത്സരത്തോടെ കളിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ടീമുകൾ ഇന്ത്യക്കെതിരെയും മറ്റ് ടീമുകൾക്കെതിരെയും
മികച്ച രീതിയിൽ മികച്ച മത്സരങ്ങൾ നടത്തുവാനായിട്ട് മികച്ച കോമ്പറ്റീഷൻ കൊടുക്കുവാനായിട്ട് എല്ലാ ടീമുകൾക്കും സാധിച്ചിട്ടുണ്ട്. സോ നമ്മൾ വളരെയൂടെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം തുടങ്ങുവാൻ ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ എല്ലാവരെയും പ്രതീക്ഷ ഇന്ത്യ ജയിക്കുമെന്നാണ്, എൻ്റെയും പ്രതീക്ഷ ഇന്ത്യ ജയിക്കുമെന്നാണ്. സോ നമുക്കതിനായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നമുക്ക് മത്സരം കാണുവാനായിട്ട് വെയിറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സിബി സൈനിങ് ഔട്ട് ഫ്രം വാഫ്റ്റ് ബേഡ്. ബൈ.